പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ അമ്മോ, ഗംഭീര തുടക്കമാണ്. ഗംഭീര തുടക്കം. കാത്തിരിക്കുന്ന സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ബുക്ക് മൈ ഷോയിലൊക്കെ ഒരു തരംഗമായിട്ട് ചിത്രം ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം 2.25 കോടി രൂപയോളം കേരളത്തിൽ നിന്ന് പ്രീഫെയിലായിട്ട് നേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഇത് ചെയ്തപ്പോൾ ഒരുപക്ഷെ 2.5 കടക്കാം. ആദ്യ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക എനിക്ക് തോന്നുന്നു 5 കോടി രൂപയെങ്കിലും പ്രീഫെയിലായിട്ട് നേടുമെന്നാണ് കഴിക്കുന്നത്. വേൾഡ് വൈഡൊക്കെ കളക്ഷൻ വരുമ്പോൾ 3.5 കോടി കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പം ഗംഭീര ബുക്കിംഗ് തന്നെയാണ്. ചില സമയത്ത് 17,000 15,000 ഒക്കെ കടന്ന് 20,000-ലേക്കൊക്കെ ഈ ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തിലെ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഗംഭീര തുടക്കമാണ് ബബ്ബ എന്ന ചിത്രം. അത് എന്താണ് കാരണമെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ തന്നെയാണ് അതിനൊരു മുഖ്യ കാരണം. ലാലേട്ടൻ 20-25 മിനിറ്റ് മാത്രമേ ഉള്ളൂ ചിത്രത്തെങ്കിലും ഇതിൻ്റെ കളക്ഷനെ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ ഗംഭീര ഒരു തിരിച്ചുവരവും കൂടിയാണ് എല്ലാവരും ഈ ചിത്രം കാണുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ട് പറ്റിയ അണിയറ പ്രവർത്തകരൊന്നും വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. അവരെന്ന് പറയുന്ന എല്ലാവരും നിറഞ്ഞ സദസ്സിൽ കൈയടിച്ച് കാണാൻ പറ്റുന്ന, ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ് അവരൊരുക്കി വെച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ പിന്നണിയിലുള്ളവർ പറയുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. ദിലീപിനെ സംബന്ധിച്ച് വമ്പൻ ഒരു തിരിച്ചുവരവാണ്. പിന്നെ ലാലേട്ടൻ നമുക്കറിയാം, ലാലേട്ടൻ്റെ ഗംഭീരമായിരിക്കും എന്ന് 100% ഉറപ്പാണ്. ലാലേട്ടൻ്റെ ട്രെയിലറും ഒക്കെ വന്നപ്പോഴും നിറഞ്ഞ കയ്യടിയോടെയാണ്, ഒരു തരംഗമായി മാറുകയാണ്. അത് തന്നെ ബുക്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യ ദിനത്തിൽ പ്രീഫെയിലായിട്ട് ബുക്കിംഗ് തുടങ്ങി ആദ്യ ദിനത്തിൽ തന്നെ 5 കോടി പിന്നിടും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ഗൾഫ് മേഖലയിലൊക്കെ വമ്പൻ ബുക്കിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ഏകദേശം കേരളത്തിലെ ബുക്കിങ്ങിൻ്റെ ആ രീതിയിൽ തന്നെയാണ് പ്രീഫെയില് ഫീഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം ഇന്ന് അർദ്ധരാത്രി കൊണ്ട് ഏകദേശം 5 കോടിയൊക്കെ കടന്നാൽ സാധ്യത തന്നെയാണ് എന്ന് തോന്നുന്നു. ഇപ്പം 3.5 കോടി കടന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആദ്യ ദിനമാണ്. ഇനി നാളെയും കൂടെ ഉണ്ട് ബുക്കിംഗ്. നാളെയും കൂടെ ബുക്കിംഗ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇത് ആദ്യ ദിനം പ്രീഫെയിൽ ഇനത്തിൽ തന്നെ ചിലപ്പം 7 കോടി 7.5 കോടി റേഞ്ചിൽ തന്നെയായിരിക്കും ചിത്രം തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും പോസിറ്റീവ് കിട്ടിയാൽ ഞാൻ പറഞ്ഞതുപോലെ 20-25 കോടിയെങ്കിലും പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ തന്നെ 10 കോടി കടക്കും ആദ്യ ദിനത്തെ കളക്ഷൻ എന്ന് 100% ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ബുക്കിംഗ് പോകുന്നത്. അപ്പം ബമ്പൻ രീതിയിൽ തന്നെയുള്ള തുടക്കമാണ്. പിന്നെ ചിത്രം പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പറയണ്ട അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കൈയടിക്കാനും തകർത്താടാനും പറ്റിയ സാധനങ്ങൾ തന്നെ ഈ ചിത്രം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാശ് കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് ആഘോഷിക്കാനും കൈയടിക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് കാണുമെന്ന് തന്നെയാണ് ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ചില ചിത്രങ്ങൾ നമ്മൾ ട്രെയിലറൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നലുണ്ടാകത്തില്ല. അത് തന്നെയാണ് ഈ ചിത്രത്തെപ്പറ്റി തോന്നിയിരിക്കുന്നത്. ഏതായാലും ലാലേട്ടൻ്റെ വരവൊക്കെ ഗംഭീരമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ചുമ്മാ അതൊന്നും ലാലേട്ടനെ കൊണ്ടുവരുന്നില്ലല്ലോ. ഗോകുലം മൂവീസിൻ്റെ ചിത്രത്തിൽ ലാലേട്ടൻ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹൈപ്പായി. ആ ഹൈപ്പ് തന്നെ ബുക്കിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വമ്പൻ ബുക്കിംഗ് ആണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും 4,000-5,000 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിലീഫ് ചെയ്ത് പോസിറ്റീവ് നേടിയിട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 10,000-ന് താഴെ ടിക്കറ്റായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. ആ ചിത്രം റിലീഫ് ആകുന്നതിന് മുമ്പ് ഈ രീതിയിലുള്ള വിൽപ്പന. ഒരുപക്ഷെ ദിലീപിൻ്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ഈ ചിത്രം നേടും എന്ന് പോസിറ്റീവ് ഇടുകയാണെങ്കിൽ കേട്ടോ. ഇനി 100 കോടി നേടിയില്ലെങ്കിൽ എന്നെ ഒന്നും പറയരുത്. കാരണം 100 കോടിയുടെ പ്രശ്നങ്ങളാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ആദ്യത്തെ 100 കോടിയാകാം. കാത്തിരിക്കാം അപ്ഡേറ്റും പുതിയ വാർത്തകൾക്കും ഒക്കെ വേണ്ടി. പക്ഷേ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ഇനിയും തിയേറ്ററിൽ ചിത്രം ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. പുതിയ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.